സജ്ജമാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വൈബായിട്ട് ഓരോ വേദികളിലും മത്സരങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണല്ലേ റിയാസ്? മത്സരങ്ങൾ ഇങ്ങനെ വൈബായി പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഇതായിട്ട് ഇവിടെ മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വേദികളിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒന്നാമത്തെ വേദിയിലൊക്കെ ഇപ്പോൾ സംഘനൃത്തമാണ് അരങ്ങേറുന്നത്. അങ്ങനെ കുട്ടികൾ തകർത്ത് തിമിർത്ത് പോരാടുന്നു. സംഘനൃത്ത വേദിയിൽ അരങ്ങേറുന്നത് ആവേശകരമായ ശക്തമായ പോരാട്ടം തന്നെയാണ് സംഘനൃത്ത മത്സരത്തിലൊക്കെ അവിടെ അരങ്ങേറുന്നതല്ലേ, ഒന്നാമത്തെ സ്റ്റേജിൽ, ഒന്നാമത്തെ വേദിയിൽ. അതെ അതെ, തീർച്ചയായും അത് ഈ ഒരു വേദിയിൽ മാത്രമല്ല, എല്ലാ വേദികളിലും 25 വേദികളിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം. ആര് ജേതാവാകും എന്ന് പറയാം. അത് നിലവിലെ ജേതാക്കളായ കണ്ണൂരായിരിക്കുമോ, അതല്ല ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന കോഴിക്കോടായിരിക്കുമോ? അതിനു മുന്നേ നിരവധി തവണ കോഴിക്കോട് എടുത്തിരുന്നു. തൃശ്ശൂരുണ്ട്. ഇനി ആതിഥേയരായ തിരുവനന്തപുരം കപ്പെടുത്തിട്ട് കുറെ കാലമായി. ഇനിയിപ്പോൾ തിരുവനന്തപുരം ചാമ്പ്യന്മാരാകുന്നു എന്നൊക്കെ കണ്ടറിയാനുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ വിജയികൾ ആരാകുമെന്നറിയണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു 4 ദിവസത്തെ കൂടി കാത്തിരിപ്പ് ബാക്കിയുണ്ട്. അതിൽ ആദ്യ ദിനം ഇങ്ങനെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. രാത്രിയിലേക്ക് മത്സരം കടക്കുമ്പോഴും ഇവിടെ ആവേശത്തിനൊട്ടും കുറവില്ല. ഒരുപക്ഷെ ഇപ്പോഴാണ് ആവേശം അത് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. പകലത്തെ ചൂട് മാറി ഇപ്പോൾ സൂര്യൻ മറഞ്ഞു, രാത്രിയിലേക്ക് വന്നു. പക്ഷേ മത്സരങ്ങളുടെ ചൂട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഒരു മിടുക്കി കുട്ടി വരികയാണ്. എന്താ പേര്? പവിത്ര. എവിടുന്ന് വരുന്നു? ആലപ്പുഴ ജില്ല. ഇവിടെ ഏതിലാ മത്സരിച്ച്? കുച്ചിപ്പുടി. എങ്ങനെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ടോ? അപ്പൊ കൺഗ്രേറ്റ്സ്. ഇത് ആദ്യമായിട്ടാണോ മത്സരിക്കാൻ വരുന്നത്? അല്ല, കഴിഞ്ഞ വർഷം തൊട്ട് മത്സരിക്കാൻ. കൊല്ലത്തെ എ ഗ്രേഡ് നേടി. അന്ന് എനിക്ക് ബി ഗ്രേഡ് ആയിപ്പോയി. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കുച്ചിപ്പുടിക്ക് ഇറങ്ങി. പക്ഷെ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ഇപ്രാവശ്യം ഞാൻ എ ഗ്രേഡ് മേടിച്ചു. ആദിത്യല്ലേ പേര്? അല്ല, പവിത്ര. സോറി. അപ്പൊ പവിത്ര നമുക്ക് നല്ലൊരു മാതൃകയാണ്. കാരണം കഴിഞ്ഞ വർഷം ബി ഗ്രേഡ് ആയിരുന്നു, അത് ഇത്തവണ എ ഗ്രേഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് തളരാതെ പൊരുതി അല്ലേ, അങ്ങനെ ഏറ്റവും ഗംഭീരമായി എ ഗ്രേഡ് നേടി മിടുക്കി കുട്ടിയായി നിൽക്കുന്നു. ഒരു പെർഫോമൻസ് ഉണ്ടോ? പാട്ട് പാടുമോ? പാട്ടല്ല, അതിന് ചോദിക്കുന്നില്ല. പാട്ട് എനിക്ക് പാട്ടൊന്നും പാടില്ല. അത് ആതിര വേണം പാട്ട് പാടാൻ എന്നുള്ളതാണ് ഇവിടെ അല്ലെ. ആതിര വേണമെങ്കിൽ സ്റ്റുഡിയോ പാട്ട് പാട്ട് ആതിര വേണമെങ്കിൽ സ്റ്റുഡിയോ പാട്ട് പാടും. അല്ല, ആതിര നമ്മുടെ റീഡർ ചോദിക്കുകയാണ് പവിത്ര പാട്ട് പാടുമോ എന്ന്. അപ്പൊ അതെ. എന്തായാലും നമുക്ക് ഡാൻസ് ക്രമീകരിക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. അതിനിടയിൽ മറ്റ് ഇടങ്ങളിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാൻസൊക്കെ ആയിട്ട് പവിത്ര ഡാൻസിന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഡാൻസിലേക്ക് വരാം. അതിന്